വ്യക്തമായി പറയുന്നത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിലൊന്നും തന്നെ. എന്താണ് അതിൽ എല്ലാം നോക്കൂ, അല്ല ബി ജെ പിക്ക് ഒരു അങ്ങനെ ഒരു നിലപാടൊന്നുമില്ല. ഞാൻ ഒരു സാമാന്യ ബുദ്ധി ഉപയോഗിക്കുന്ന ഒരാളാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഹെഡ് ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിൻ്റെ മരുമകനെ ഇൻവൈറ്റ് ചെയ്യണമെന്ന് എവിടെ എഴുതിയിട്ടില്ല. അത് അവർക്കൊരു പ്രശ്നമാണെങ്കിൽ ആയിക്കോട്ടെ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രകാരം ഒരു പ്രോട്ടോക്കോൾ പ്രകാരം ഹെഡ് ഓഫ് സ്റ്റേറ്റ് മുഖ്യമന്ത്രിനെ വിളിക്കുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എത്രയോ പ്രോഗ്രാം ഇന്ന് പ്രഖ്യാപിക്കുന്നു, ഇനോഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ മുഖ്യമന്ത്രിനെ വിളിച്ചു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിൻ്റെ ഒപ്പം മരുവനും കുടുംബം എല്ലാം വിളിക്കണമെന്ന് എവിടെ എഴുതിക്കുന്നത്? അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അത് മുഖ്യമന്ത്രിയല്ലേ തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഒപ്പം ആര് വരണം മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ. എന്താ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല. മുഖ്യമന്ത്രി കേരളത്തിൻ്റെ നോക്കൂ, ഇനിയിപ്പോൾ അത് ഒരു വിവാദം നോക്കൂ. ഇനിയിപ്പോൾ ഇലക്ഷന് 30 ദിവസമുണ്ട്. ഇവരിങ്ങനെ ഒരു വിവാദം തിരഞ്ഞു നടക്കുന്ന ഒരു പാർട്ടിയാണ് CPM. അവർക്കറിയാമല്ലോ ഇനിയിപ്പോൾ 30 ദിവസം കഴിഞ്ഞിട്ട് റിയാസും മന്ത്രിയാവില്ല, മുഖ്യമന്ത്രി ആവില്ല എന്ന് അവർക്കറിയാം. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കുക, അതിൽ മാധ്യമ സുഹൃത്ത് പങ്കാളി ആവണ്ടെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അല്ല നോക്കൂ, പ്രോട്ടോക്കോൾ വഴി ചീഫ് മിനിസ്റ്ററിനെ ഇൻവൈറ്റ് ചെയ്തു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിൻ്റെ ഒപ്പം ആര് വരണം എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ. മുഖ്യമന്ത്രിക്ക് അറിയാലോ, ഇത് 5, 6, 7 ദിവസം മുമ്പേ മുഖ്യമന്ത്രിക്ക് അറിയാലോ ഇങ്ങനെ പ്രധാനമന്ത്രി വരുന്നുണ്ടെന്ന്. അപ്പോൾ അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇതെല്ലാം വിവാദം സൃഷ്ടിക്കാൻ ഒരു തന്ത്രമാണെന്ന് ഞാൻ ഏറെ ബഹുമാനനായ മുഖ്യമന്ത്രിയോട് പറയുന്നു. ഈ വിവാദ രാഷ്ട്രീയത്തിൻ്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞു. നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊപ്പം ഒരു മന്ത്രി വരണമെങ്കിൽ നിങ്ങളത് ഗവൺമെൻറ് ഇന്ത്യയോട് പറഞ്ഞ എന്താണ് 7 ദിവസം മുമ്പ് പറയാത്തത്? ഈ പ്രോട്ടോകോൾ പ്രകാരം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിയെ ഇൻവൈറ്റ് ചെയ്തില്ലേ? ഇനിയിപ്പോൾ മുഖ്യമന്ത്രി അല്ലേ ഹെഡ് ഓഫ് സ്റ്റേറ്റ്. ഇവിടെ റെയിൽവേ ആണോ, ഹൈവേ ആണോ, വീടാണോ, കുടിവെള്ളമാണോ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇനോഗ്രേറ്റ് ചെയ്യുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രിനെ ക്ഷണിച്ചു. മുഖ്യമന്ത്രി വരുന്നു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിൻ്റെ ഒപ്പം മരുമകനും വരണമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധം ഉണ്ടെങ്കിൽ 7 ദിവസം മുമ്പേ എഴുതി പറഞ്ഞില്ല? അല്ല, അദ്ദേഹം മറ്റൊരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയല്ലേ. സ്വാഭാവികമായിട്ടും റോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് PW മിനിസ്റ്റർ വിളിക്കേണ്ടത് ഒരു അത്യാവശ്യമല്ലേ? അല്ല, അത് നിങ്ങളാണോ തീരുമാനിക്കേണ്ടത്? അല്ല, എനിക്കറിയില്ല. നിങ്ങളത് തീരുമാനമായിട്ട് പറയാണോ, നിങ്ങളുടെ അഭിപ്രായമാണോ? എൻ്റെ അഭിപ്രായം ഞാൻ ഇന്ന് പറയുന്നു. കേരളത്തിൽ വരുന്ന പ്രധാനമന്ത്രി കേരളത്തിന് വേണ്ടി പ്രോഗ്രാംസും പദ്ധതികൾ ഇനോഗ്രേറ്റ് ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിനെ ക്ഷണിക്കുന്നു. മുഖ്യമന്ത്രിൻ്റെ ഒപ്പം മുഖ്യമന്ത്രി തീരുമാനിക്കണം ആരെല്ലാമാണ് വരേണ്ടത്. മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ 7-8 ദിവസം മുമ്പേ എഴുതി സംസാരിച്ച് പറയണം. എന്തുകൊണ്ട് പറഞ്ഞില്ല? അതാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ഓക്കെ, ഞാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത് ഓക്കെ, അത് എനിക്ക് ഓർമ്മയുണ്ടല്ലോ. വിഴിഞ്ഞത്തിൽ ഇതേ റിയാസ് പറഞ്ഞല്ലോ ഇത് അല്പത്തരമാണെന്ന്. ഇതെല്ലാം നോക്കൂ, നിങ്ങൾക്കുണ്ടല്ലോ സാമാന്യ ബുദ്ധിയും, ഇത് കാണുന്ന ജനങ്ങൾക്കുണ്ടല്ലോ. ഇതെല്ലാം ഇലക്ഷൻ്റെ മുമ്പ് ശ്രദ്ധ തിരിക്കാൻ, ഇവിടെ എന്താണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത് അതിന് എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിക്കാൻ ഇവരൊരു ഡെസ്പറേറ്റ് ആയൊരു പൊളിറ്റിക്കൽ തന്ത്രം. അത് നിങ്ങൾ മനസ്സിലാക്കണം. നാടിന് വേണ്ടി ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത് റെയിൽവേ പ്രോജക്റ്റ്, ഹൈവേ പ്രോജക്റ്റ്, ഇതെല്ലാം ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന പ്രോജക്റ്റാണ്. എങ്ങനെയെങ്കിലും ഇതിന് ശ്രദ്ധ തിരിക്കാൻ ഒരു വിവാദം സൃഷ്ടിക്കുക, അതാണ് ഇവരുടെ തന്ത്രം. അത് അവർ ചെയ്യുന്നു. ഞാൻ അതിനു വേണ്ടി എൻ്റെ ഒരു അഭിപ്രായം പറയും. മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ മന്ത്രിമാരെ ചടങ്ങ് ബോയ്ക്കോട്ട് ചെയ്യണം. നേരത്തെ പറ്റിയിട്ടുള്ള ഈ ഒരു ടെക്നിക്കൽ എറർ ആണെങ്കിൽ അത് പൂർണ്ണമായിട്ട് സംസ്ഥാനത്ത് തന്നെയാണോ? ഞാൻ മുഖ്യമന്ത്രി ഒരു മുതിർന്ന നേതാവാണ്. ഇനി കൂടുതൽ എനിക്ക് പറയാൻ അങ്ങനെ ഞാൻ വലിയ നെഗറ്റീവായിട്ട് പറയുന്ന ആളല്ല. പക്ഷേ ഇതെല്ലാം എലക്ഷൻ്റെ മുമ്പ് ഒരു തന്ത്രമാണ്. എങ്ങനെയെങ്കിലും ജനങ്ങളെ ശ്രദ്ധ തിരിക്കുക. മുഖ്യമന്ത്രിക്ക് തന്നെ അറിയാം, മുഖ്യമന്ത്രിൻ്റെ എല്ലാ പാർട്ടിക്കാർക്കും അറിയാം, ഏപ്രിൽ കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിലും അദ്ദേഹം ഉണ്ടാവില്ല, മന്ത്രി സ്ഥാനത്തിൽ ഈ പറയുന്ന മന്ത്രിമാരുണ്ടാവില്ല എന്ന് അവർക്കറിയാം. അപ്പോൾ ഈ അടുത്ത 30 ദിവസം വിവാദങ്ങൾ സൃഷ്ടിക്കുക, നാടകം ചെയ്യുക, ഇതൊരു ഭരണനാട്യമാണ്. ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്ത ലിസ്റ്റിൽ ഇവരുടെ ആരുടെയും പേരുണ്ടായിരുന്നില്ല എന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്? അല്ല, നിങ്ങളല്ലേ പറയുന്നത്. എനിക്ക് ലിസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല, അവരാണ് അയക്കുന്നത്. എനിക്ക് ഇതിനെക്കുറിച്ച് ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ, ഞാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലാണെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. മുഖ്യമന്ത്രി തീരുമാനിക്കണം. മുഖ്യമന്ത്രിൻ്റെ ഒപ്പം ആര് വരണം, PSO വരണം, മന്ത്രി വരണം, സെക്രട്ടറി വരണം, അത് മുഖ്യമന്ത്രിയല്ലേ തീരുമാനിക്കേണ്ടത്. അങ്ങനെ ലിസ്റ്റിൽ വന്നിട്ടില്ലെങ്കിൽ മുഖ്യമന്ത്രി എഴുതണം.
5-6-7 ദിവസം മുമ്പ് എഴുതണം. അല്ല എനിക്കൊരു നിർബന്ധമുണ്ട്, എൻ്റെ ഒപ്പം ഈ മന്ത്രി വരണം, ഈ സെക്രട്ടറി വരണം, ഈ ഒരു PSO വരണം. അത് ചെയ്തില്ലല്ലോ. അതുണ്ടാവാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. എല്ലാ നിങ്ങൾ ചോദിക്കുന്നു, ഇവർ വിവാദമുണ്ടാക്കുന്നു, ഇവർ ബോയ്ക്കോട്ട് ചെയ്യുന്നത് പുറമെ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു, അത്രേ ഉള്ളൂ. അല്ല ഞാനല്ലല്ലോ പ്രോട്ടോകോൾ ഇൻചാർജ്. അല്ല, എന്നോട് താങ്കൾ ചോദിക്കുന്നത് എന്താണ്? ഇവർ പറയുന്നു ഇവരൊരു വിവാദം ഇന്ന് രാവിലെ നാടിന് വേണ്ടി ഇന്ന് എത്രയോ പ്രോജക്റ്റ് പ്രഖ്യാപിക്കുമ്പോൾ ഇവരൊരു വിവാദം മുമ്പോട്ട് വെക്കുന്നു. ആ വിവാദത്തിനെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു, അത്രേ ഉള്ളൂ. കേരളത്തിലെ ഗ്യാസ് വളരെ ലഭ്യത കുറഞ്ഞു വരികയാണ്. ഇതിനെക്കുറിച്ച് പ്രധാനമന്ത്രിയായിട്ട് എന്തെങ്കിലും ചർച്ച നടത്തുക, എന്തൊക്കെയാണ് അതിന്റെ? അല്ല ഞാനങ്ങനെ ഗ്യാസ് ഒരു പ്രധാന ഘടകമല്ലേ? അല്ല ഗ്യാസ് ഇപ്പോൾ ഇന്ത്യ മാത്രമല്ലല്ലോ, എല്ലായിടത്തും ലോകത്തിൽ എല്ലായിടത്തും ഈ മിഡിൽ ഈസ്റ്റിൻ്റെ ക്രൈസിസ് കാരണം. അതിനു മുമ്പ് 2.5 കൊല്ലം മുമ്പേ യുക്രൈൻ റഷ്യ നടന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. ഹൈഡ്രോ കാർബണും എനർജിയും ഒരു ഗ്ലോബൽ ഇഷ്യൂ ആണ്. അത് നമ്മൾ മിഡിൽ ഈസ്റ്റും വെനസ്വേലയും റഷ്യയിൽ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് എല്ലാവരും ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഇന്ത്യ മാത്രമല്ല, കേരളം മാത്രമല്ല, അത് ലോകത്തെ എല്ലാ രാജ്യങ്ങളും ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. അതുകൊണ്ടല്ലേ ഇന്നലെ നമ്മൾ കണ്ടത് പ്രസിഡന്റ് ട്രംപ് റിസർവ്സ് റിലീസ് ചെയ്യുന്നു, യൂറോപ്യൻ യൂണിയൻ പെട്രോളിയം റിസർവ്സ് റിലീസ് ചെയ്യുന്നു. ഇന്ന് കണ്ടല്ലോ അതിൻ്റെ വില, ഹൈഡ്രോ കാർബൺ എനർജീൻ്റെ വില $100 $90 കമ്മിയായിരുന്നു. ഇതെല്ലാം ഒരു ഗ്ലോബൽ ഇഷ്യൂസ് ആണ്. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് രാജീവ് ജി, ഈ വേണമെങ്കിൽ ഈ റിയാസുമായി ബന്ധപ്പെട്ട വിവാദം ഒഴിവാക്കാൻ ആയിരുന്നില്ലേ? അല്ല ഇതല്ല എൻ്റെ അഭിപ്രായം ചോദിക്കുകയാണോ? അല്ല നോക്കൂ, പൊളിറ്റിക്കൽ തന്ത്രം, രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായി വിവാദ രാഷ്ട്രീയം ചെയ്യുന്നവർ വിവാദം മാത്രമേ ചെയ്യുള്ളൂ. ഇതിൽ നമുക്ക് ആർക്കും സംശയം ഉണ്ടാകാൻ പാടില്ല. ഇന്ന് ഇതെല്ലാം വേറെ എന്തെങ്കിലും നടന്നെങ്കിൽ വേറെ വിവാദം ഉണ്ടായിരുന്നേ. വിഴിഞ്ഞത്തിൽ നമ്മൾ റിയാസ് കണ്ടല്ലോ, ഞാൻ അവിടെ ഇരുന്നപ്പോൾ, മുൻ മന്ത്രിയായിട്ട് ഇരുന്നപ്പോൾ അല്പത്തരമാണ് പറഞ്ഞ് നടക്കുന്ന ആളാണ് റിയാസ്. അപ്പോൾ ഇവർക്ക് വേറെ ഒന്നും പറയാനില്ല. അടുത്ത 30 ദിവസം വിവാദം മാത്രം ചെയ്യാൻ പോകുന്ന രാഷ്ട്രീയക്കാരാണ് ഈ കോൺഗ്രസും CPM-ഉം. ഇതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിടിക്കും, അതല്ലെങ്കിൽ മൂന്നാമത്തെ കാര്യം പിടിക്കും, വിവാദ രാഷ്ട്രീയം മുമ്പോട്ട് വയ്ക്കും. എന്നിട്ട് നിങ്ങളെല്ലാവരും അതിൽ പോയിട്ട് ബൈറ്റ് എടുക്കും. എന്നിട്ട് എന്നോട് വന്ന് എൻ്റെ അഭിപ്രായം ചോദിക്കും. ഞാൻ അഭിപ്രായം തരുമ്പോൾ അത് നല്ലതല്ലാതെ നിങ്ങൾ പറയും. അതാണ് സ്റ്റോറി. ഒരു പ്രധാനപ്പെട്ട കാര്യം, മന്ത്രിമാർ തിരിച്ചു ചോദിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഒരു പരിപാടിയിൽ MP ഗോവിന്ദനെ ക്ഷണിച്ചാൽ അവിടെ ഇരുത്തിയാൽ അത് ശരിയാകുമോ എന്നുള്ളതാണ്. ഇതേ കാര്യമാണ് താങ്കൾ ഇപ്പോൾ ഈ പരിപാടിയിൽ താങ്കളെ ഉൾപ്പെടുത്തിയ സംബന്ധിച്ചാണ് അവർക്ക് മറുചോദ്യം ചോദിക്കുന്നത്. അതാ ചോദിക്കട്ടെ, അത് ചോദിക്കാൻ അവർക്ക് അവകാശമുണ്ട്, ഞങ്ങൾക്ക് മറുപടി പറയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. അതിന് കൃത്യമായൊരു മറുപടി ഇതുവരെ വന്നില്ല. എന്താണ് ചോദ്യം? ചോദിക്കൂ. താങ്കൾ എങ്ങനെ വന്നു എന്നുള്ള പരിപാടി. ഞാനൊരു മുൻ മന്ത്രിന്റെ കപ്പാസിറ്റിയിൽ പോകുന്നു. എന്താ അതിൽ അങ്ങനെ അവർക്ക് സന്തോഷമല്ലെങ്കിൽ സങ്കടം, ഓക്കെ. പക്ഷെ മുൻ മന്ത്രിയായിട്ട് എന്നെ വിളിക്കുന്നു, ഞാൻ പോകുന്നു. അങ്ങനെയാണ് ക്ഷണിച്ചത്. അതാ ഞാൻ അങ്ങനെ കാണുന്നത്. ഗവൺമെന്റ് പരിപാടിയിൽ എന്നെ വിളിക്കുമ്പോൾ മുൻ മന്ത്രിയായിട്ടല്ലേ ഞാൻ പോകുന്നത്. മുഹമ്മദ് റിയാസിന്റെ കാര്യത്തിൽ അങ്ങ് എന്താ ഞാൻ പോകുമ്പോൾ അവർക്ക് എന്താണ് പ്രശ്നം? മുഹമ്മദ് റിയാസിന്റെ കാര്യത്തിൽ അങ്ങ് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് മരുമകൻ എന്നാണ്. പക്ഷെ കേരളത്തിന്റെ ഒരു മന്ത്രിയല്ലേ അദ്ദേഹം? അല്ല ഞാൻ അതല്ലല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയാണ് ഹെഡ് ഓഫ് സ്റ്റേറ്റ്. മുഖ്യമന്ത്രിനെ ക്ഷണിച്ചു, മുഖ്യമന്ത്രി വരുന്നു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ എൻ്റെ ഒപ്പം 4 പേര് വരണം, ഇന്ന മന്ത്രി ഇന്ന സെക്രട്ടറി വരണം എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധം ഉണ്ടെങ്കിൽ എഴുത്തുണ്ടല്ലോ, ടൈപ്പ് റൈറ്റർ ഉണ്ടല്ലോ, മെയിൽ ഉണ്ടല്ലോ, ഇമെയിൽ ഉണ്ടല്ലോ, അതെല്ലാം അയക്കാൻ അദ്ദേഹത്തിന് അവകാശം ഉണ്ടായിരുന്നു, ഒരു അവസരം ഉണ്ടായിരുന്നു. ചെയ്തില്ല. ഇന്ന് നോക്കൂ, ഇതിൽ എനിക്കൊരു സംശയമില്ല. ഇത് ഒരു ഡെലിബറേറ്റ് 100% പ്ലാൻ ചെയ്ത ഒരു തന്ത്രമാണ്. എങ്ങനെയെങ്കിലും ഈ പരിപാടിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കണം, ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് ഈ വിവാദത്തിൽ ജനങ്ങളുടെ മനസ്സിൽ അങ്ങോട്ട് കൊണ്ടുപോകണം എന്നാണ് അവരുടെ ആഗ്രഹം. പക്ഷെ അത് ഞങ്ങൾ സമ്മതിക്കും. അങ്ങനെ നിങ്ങൾ ഈ ഇലക്ഷനിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ നിങ്ങൾ 10 കൊല്ലം എന്ത് ചെയ്തു, എന്തെല്ലാം ജനങ്ങൾ വേണ്ടി ചെയ്തു, അത് പറയണം. അതിന് പറയാൻ ധൈര്യം ഉണ്ടാവണം, കരുത്തും ഉണ്ടാവണം. രാജീവ് ജി, ഒരു മുൻ മന്ത്രിയെ ക്ഷണിക്കുന്നു, അവകാശമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയൂ, എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. അത് എൻഡ് ഓഫ് മാറ്റർ. നമുക്ക് രണ്ടാൾക്കും അഭിപ്രായം ഉണ്ടാവാൻ അവകാശമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.